ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഒരു സ്നാക്സാണ്. ഇത് തമിഴ്നാട് സ്റ്റൈലിലുള്ള കാരവട. ട്രിവാൻഡ്രം സ്റ്റൈലിൽ ഒരു കാരവട ഉണ്ട്, അത് ഞാൻ ആൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തമിഴ്നാട് സ്റ്റൈലിലുള്ള കാരവടയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാരവടയാണ്. ടേസ്റ്റും മുകളിൽ ക്രിസ്പി ആയിട്ടും അകത്ത് സോഫ്റ്റായിട്ടുമുള്ള ഒരു കാരവടയാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ചട്നി കൂട്ടി കഴിക്കാം, സോസ് കൂട്ടി കഴിക്കാം. വരൂ വീഡിയോയിലേക്ക് പോകാം. തമിഴ്നാട് സ്റ്റൈലിലുള്ള കാരവട പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ട് ടൈപ്പ് പരിപ്പാണ്. ഇത് നമ്മൾ ചന്നാദാൽ, അതായത് കടലയിലിരുന്ന് എടുക്കുന്ന പരിപ്പാണ് ചന്നാദാൽ. പക്ഷേ നമുക്ക് ആവശ്യം ഈ സ്പ്ലിറ്റഡ് പീസ് പരിപ്പാണ്. ഇത് നമ്മൾ പട്ടാണി എന്ന് പറയില്ലേ, ഗ്രീൻ പീസ് ഉണക്കി ഉടച്ച് വെച്ചതാണ്. ഇത് സാധാരണ പരിപ്പ് വടയ്ക്ക് നമുക്ക് കടയിലൊക്കെ ഇതാണ് അവരെടുക്കുന്നത്. നമ്മൾ പരിപ്പ് വട കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ വീട്ടിലും ഇതാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് ക്രിസ്പി ആവും നല്ല. ഇതാണെങ്കിൽ കുറച്ച് ഈരപ്പദം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യം ഈ രണ്ട് ടൈപ്പ് മാറിപ്പോകരുത്. ഇത് പട്ടാണിയാണ്, പട്ടാണി പരിപ്പാണ്. ഇത് ചന്നാദാൽ. നമുക്ക് ആവശ്യം ഇപ്പോൾ പട്ടാണി പരിപ്പാണ്. സാധാരണ നിങ്ങൾ പരിപ്പ് വട ചൂടാനും ഈ പീസ് പരിപ്പ് വാങ്ങിച്ചാൽ മതി. സ്പ്ലിറ്റഡ് പീസ് എന്നും പറയാം, പട്ടാണി പരിപ്പ്. ഇത് എല്ലാ കടയിലും കിട്ടുന്നുണ്ട്. ഗ്രീൻ പീസ് സ്പ്ലിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ വേണ്ടത്. ഇത് ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഉഴുന്ന്. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ വാഷ് ചെയ്ത് ഒരു 2-3 മണിക്കൂറെങ്കിലും നമുക്ക് കുതിരാൻ വേണ്ടി വയ്ക്കണം. നമ്മൾ കുതിർക്കാൻ വെച്ച പരിപ്പും ഉഴുന്നും നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂറായി. ഇനി നമുക്ക് ഇത് വെള്ളം വാലാനായിട്ട് ഒരു അരിപ്പയിലേക്ക് എടുത്ത് വയ്ക്കാം. വെള്ളം പാലാൻ വച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രൈൻഡറിലോ അല്ലെങ്കിൽ മിക്സിയിലോ ഇട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ, ഒരുപാട് അങ്ങ് വടിയെ അരയ്ക്കേണ്ട, മെത്തിനുള്ള ഭാഗത്തിൽ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. പകുതി പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം, ഈ വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഒരു സെറ്റ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല മെത്ത് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഇതുപോലെ അടുത്ത സെറ്റും നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സാൾട്ട്, ഇവിടെ 1/4 കപ്പ് ഇടിയപ്പ മാവ് എടുത്തിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. 1/4 കപ്പ് ആദ്യം ചേർക്കാം. വേണമെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻസി നോക്കിയിട്ട് രണ്ടാമത് ചേർക്കാം. കുറച്ച് കായപ്പൊടി, ഇവിടെ ഒരു 10-15 ചെറുള്ളി ചെറുതായിട്ട് നറുക്കി വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് നറുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചീര, കുറച്ച് ഈ ജിഞ്ചർ പൊടിതായിട്ട് നറുക്കിയത്, കുറച്ച് കറിവേപ്പില. ഇനി എല്ലാം കൂടി ഒന്ന് നവടിയിട്ട് നമുക്ക് ആ ബാറ്ററിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഇടാം. ഇനി എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും നോക്കിയിട്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചുകൂടി പച്ചരിപ്പൊടി ചേർക്കാം. നമ്മുടെ ബാറ്റർ റെഡിയായി. ഉപ്പ് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് തട്ടിയിട്ട് ഒന്ന് കാഞ്ഞ എണ്ണയിലേക്ക് ഇടാം. ഇവിടെ ഒരു കടായിൽ എണ്ണ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ഫ്ലാറ്റ് ആക്കാം. വേണമെങ്കിൽ ഷേപ്പൊന്നും വേണമെന്നില്ല. ഇങ്ങനെ ചെറുതായിട്ട് കയ്യിൽ എടുത്തിട്ട് പക്കോടയും അല്ല വടയും അല്ലാത്ത ഒരു പക്വത്തിൽ ഇങ്ങനെ ഇട്ടാൽ മതി. വട ഇടുമ്പം ആദ്യം ഹൈ ഫ്ലെയിമിൽ വച്ചിട്ട് നമ്മൾ ബാറ്ററി ഇട്ട ശേഷം കുറച്ച് സമയം ഡിസ്റ്റർബ് ചെയ്യാതെ വച്ചിട്ട്
പിന്നെ മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുമ്പോഴാണ് നമുക്ക് മുകളിൽ ക്രിസ്പായിട്ടും അകം വെന്തും കിട്ടുന്നത്. അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ത്രൂ ഔട്ട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പം മുകളിൽ കരിഞ്ഞും പോവും, അകത്ത് വേവില്ല. നമ്മുടെ കാരവട ആൾമോസ്റ്റ് റെഡിയായി. കുറച്ചുകൂടി വറ്റാനുണ്ട്. ആ ബബിൾസ് വരുന്നില്ലേ, അത് കുറച്ചുകൂടി വറ്റുമ്പം നമുക്ക് പുറത്തെടുക്കാം. ഈ കാരവടയിൽ എരിവെന്ന് പറയുന്നത് ഈ പച്ചമുളകിൻ്റെയും ഉള്ളിയുടെയും എരിവ് മാത്രമാണ് നമ്മളിവിടെ ഇട്ടിട്ടുള്ളത്. ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു പരിപ്പൊക്കെ കുതിർക്കുമ്പം ഒരു 3 വറ്റൽമുളക് കൂടി ചേർത്ത് കുതിർത്തിട്ട് ഈ പരിപ്പ് അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് അരച്ചാൽ മതി. പക്ഷേ ഒറിജിനൽ ഇതാണ്. ഫസ്റ്റ് സ്ലോട്ട് എടുത്തു. ഇനി നമുക്ക് സെക്കൻഡ് സ്ലോട്ടും അതുപോലെ നമുക്ക് വറുത്ത് കോരി എടുക്കാം. നമ്മുടെ ചുട കാരവട റെഡിയായി. ഇത് തമിഴ്നാട് സ്റ്റൈലാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാരവടയാണ്. മുകളിൽ ക്രിസ്പായിട്ടും അകത്ത് നല്ല സോഫ്റ്റായിട്ടും ഉള്ള ഒരു വടയാണ്. ഇത് വെറൈറ്റി വട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൺ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സും റിവ്യൂസും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.